നമസ്തേ. ഉത്തർപ്രദേശിൽ വീണ്ടും ബുൾഡോസർ രാജ്. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണെന്ന് ആരോപിച്ച് സിദ്ധാർത്ഥ് നഗർ ജില്ലയിൽ 59 വർഷത്തിലധികം പഴക്കമുള്ള പ്രമുഖ മദ്രസയുടെ വൻ കെട്ടിട ഭാഗം പൊളിച്ചു നീക്കി. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ ഇടിച്ചു നിരത്തിയത്. ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ച ബുൾഡോസർ നടപടിയെ തടയാനെത്തിയ സമാജ്വാദി പാർട്ടി പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയതോടെ പ്രദേശത്ത് മണിക്കൂറുകളോളം കടുത്ത സംഘർഷാവസ്ഥ നിലനിന്നു. സിദ്ധാർത്ഥ് നഗറിലെ പിപ്ര രാംലാൽ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന അറേബ്യ സിയ ഉൽ ഉലും എന്ന മദ്രസയ്ക്കെതിരെയാണ് ഭരണകൂടം അതിശക്തമായ നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ 7 മണിയോടെ പ്രദേശം മുഴുവൻ പോലീസ് വളഞ്ഞു. തുടർന്ന് 5 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള 100-ലധികം പോലീസുകാരും 6 കൂറ്റൻ ബുൾഡോസറുകളുമാണ് ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം ആ സ്ഥലത്തേക്ക് ഇരച്ചെത്തിയത്. ഡൊമരിയാഗഞ്ച് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വിവേകാനന്ദ് മിശ്ര, സിഒ ബ്രിജേഷ് വർമ്മ എന്നിവർ നേരിട്ടെത്തിയാണ് ഈ ഒഴിപ്പിക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകിയത്. മദ്രസ സ്ഥിതി ചെയ്യുന്ന ആകെ 14,000 ചതുരശ്ര അടി സ്ഥലത്തിൽ 9,000 ചതുരശ്ര അടിയോളം വരുന്ന സ്ഥലം സർക്കാർ രേഖകളിൽ ഗ്രാമത്തിലെ കളിസ്ഥലമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ ഭൂമി നിയമവിരുദ്ധമായി കയ്യേറിയാണ് മദ്രസ അധികൃതർ കെട്ടിടം നിർമ്മിച്ചത്. ബുൾഡോസറുകൾ പ്രവർത്തനം തുടങ്ങി വെറും 2 മണിക്കൂറിനുള്ളിൽ തന്നെ മദ്രസയിലെ 7 വലിയ മുറികളും ഒരു കടയും പ്രധാന ഹാളിന്റെ പകുതിയോളം വരുന്ന ഭാഗവും പൂർണ്ണമായും ഇടിച്ചു നിരത്തി മണ്ണാക്കി മാറ്റി. 1938 ഗ്രാമത്തിൽ കുടിലിൽ ആരംഭിച്ച ഈ മദ്രസ 1967 ബൻസി ഡൊമരിയാഗഞ്ച് റോഡിലെ ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് മാറ്റുന്നത്. സ്വന്തം ഭൂമിയിൽ ആരംഭിച്ച സ്ഥാപനം പിന്നീട് തൊട്ടടുത്തുള്ള സർക്കാർ ഭൂമിയിലേക്ക് ഘട്ടം ഘട്ടമായി വ്യാപിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഭരണകൂടത്തിന്റെ വിശദീകരണം. ഏകദേശം 400ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നടത്തുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 2022 ഭൂമി കയ്യേറ്റത്തിനെതിരെ പ്രദേശവാസികൾ തഹസിൽദാർ കോടതിയെ സമീപിക്കുകയും തുടർന്ന് 2023 ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ മദ്രസ കമ്മിറ്റി ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളിയതോടെയാണ് ഭരണകൂടം ബുൾഡോസറുമായി നേരിട്ട് ഇറങ്ങിയത്. പൊളിച്ചുനീക്കൽ വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ ഡൊമരിയാഗഞ്ച് SP MLA സൈദ ഖാത്തൂൺ, SP ജില്ലാ പ്രസിഡന്റ് ലാൽജി യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ 50-ലധികം വരുന്ന പാർട്ടി പ്രവർത്തകർ സ്ഥലത്തേക്ക് ഇരച്ചെത്തി ബുൾഡോസറുകൾ തടയാൻ ശ്രമിച്ചു. എന്നാൽ ബാരിക്കേഡുകൾ ഉയർത്തി പോലീസ് ഇവരെ തടഞ്ഞതോടെ തെരുവിൽ രൂക്ഷമായ ഉന്തും തള്ളുമുണ്ടായി. നിയമപരമായ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും തടസ്സമുണ്ടാക്കിയാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും പോലീസ് താക്കീത് നൽകി. ഒടുവിൽ കൂടുതൽ അക്രമങ്ങളിലേക്ക് പോകാതിരിക്കാൻ MLA സൈദ ഖാത്തൂൺ തന്നെ ഇടപെട്ട് പ്രവർത്തകരോട് ശാന്തരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു. നിലവിൽ കനത്ത പോലീസ് കാവലിലാണ് ഈ പ്രദേശം ഇപ്പോൾ. എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തോടു കൂടി ഉത്തർപ്രദേശിൽ വീണ്ടും ബുൾഡോസർ നടപടി ചർച്ചയാകുകയാണ്. കുറ്റാരോപിതർക്കെതിരെ നിയമ നടപടിക്ക് പുറമെ അവരുടെ വീടുകളോ കെട്ടിടങ്ങളോ പൊളിച്ചു നീക്കുന്ന നടപടിയാണ് വീണ്ടും രാഷ്ട്രീയ സാമൂഹിക വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം നിലനിൽക്കുമ്പോഴും നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നാണോ ഇത്തരം പൊളിക്കൽ നടപടികൾ നടക്കുന്നതെന്ന ചോദ്യവും ഒരു വശത്ത് ശക്തമാണ്. എന്തായാലും ബുൾഡോസർ രാജ് നടപടിയെ UPയിലുള്ളവർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ബുൾഡോസർ എന്നത് ഒരു ഭരണ നടപടിയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടി എന്ന നിലയിലാണ് സർക്കാർ ഇത്തരം നടപടികളെ വിശദീകരിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തിക്കെതിരെ ക്രിമിനൽ ആരോപണം ഉയർന്നതിന് പിന്നാലെ തന്നെ അയാളുടെ സ്വത്തിനെതിരെ ഭരണകൂട നടപടി ഉണ്ടാകുമ്പോൾ അത് നിയമപരമായ നടപടിയാണോ അതോ ശിക്ഷയ്ക്ക് സമാനമായ ഇടപെടലാണോ എന്ന ചർച്ചയും ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയാകുന്നത് മാത്രം ഒരാളെ കുറ്റക്കാരനാക്കുന്നില്ല. കുറ്റം തെളിയിക്കാനുള്ള അധികാരം അന്വേഷണ ഏജൻസികൾക്കും അന്തിമമായ കോടതിക്കുമാണ്. എന്നാൽ കുറ്റം തെളിഞ്ഞാൽ UP സർക്കാരിന്റെ ബുൾഡോസർ നടപടി അനുഭവിച്ചേ മതിയാകൂ. അതിനാൽ ആരോപണം ഉയരുന്നതിന്റെ പേരിൽ ഒരാളുടെ വീടോ സ്വത്തോ തകർക്കുന്നത് നിയമവാഴ്ചയുടെ അടിസ്ഥാന തത്വങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടുമെന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. മറുവശത്ത് നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്കെതിരെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഭരണകൂടത്തിന് അധികാരമുണ്ടെന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അനധികൃത നിർമ്മാണങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ടെന്നും പറയുന്നു. ഇവിടെയാണ് ബുൾഡോസർ ജസ്റ്റിസ് എന്ന പ്രയോഗം പ്രസക്തമാകുന്നത്. കോടതി വിധിക്ക് മുമ്പ് ഭരണകൂടം തന്നെ ഒരു ശിക്ഷ നടപ്പാക്കുന്നത് പോലുള്ള സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ അത് നീതിന്യായ സംവിധാനത്തിന്റെ പങ്കിനെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തും. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വമാണ്.
അതിനാൽ തന്നെ നടപടി സ്വീകരിക്കുമ്പോൾ കൃത്യമായ നിയമ നടപടികളും നോട്ടീസും കേൾക്കാനുള്ള അവസരം, അപ്പീൽ ഉൾപ്പെടെയുള്ള നിയമപരമായ പരിഹാരങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ബുൾഡോസർ നടപടി ഒരു കെട്ടിടം പൊളിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു കുടുംബത്തിന്റെ ജീവിതം, സാമ്പത്തിക സുരക്ഷ, സാമൂഹ്യ സ്ഥാനം എന്നിവയിലെല്ലാം ഇതിലൂടെ ബാധിക്കപ്പെടാം. എന്തായാലും കുറ്റവാളികൾക്കെതിരെ മാത്രമേ ഇതുവരെ യോഗി സർക്കാർ ഈ ബുൾഡോസർ രാജ് നടപടി എടുത്തിട്ടുള്ളൂ. അതിനുള്ള കൃത്യമായ തെളിവുകളും അവിടുത്തെ ഈ ഒരു ബുൾഡോസർ നടപടി കൊണ്ട് അവിടെ ഒരുപാട് ആളുകൾ ഈ ഒരു ബുൾഡോസർ നടപടിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ പീഡന കേസിൽ പ്രതിയായിട്ടുള്ള ആളുടെ വീട് ഇടിച്ചു നിർത്തുന്നു. ഇപ്പോൾ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ, മദ്രസകൾ, അതുപോലെ സർക്കാർ ഭൂമി കയ്യേറിയ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം ബുൾഡോസർ നടപടി കൊണ്ട് മാത്രമാണ്. യോഗി സർക്കാരിന്റെ ബുൾഡോസർ നടപടി യു പിയിൽ മാത്രമല്ല, ഇപ്പോൾ കർണാടകയിലും ഇത്തരത്തിലുള്ള ബുൾഡോസർ നടപടി നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ എതിരാളികളോ പ്രത്യേക വിഭാഗങ്ങളോ ലക്ഷ്യമാക്കപ്പെടുന്നുണ്ടോ എന്ന ഒരു സംശയം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതറിയാലോ, ഏതൊരു കാര്യം വന്നാലും അതിനെ നെഗറ്റീവ് പോസിറ്റീവ് തരത്തിലേക്ക് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു കാര്യം വരുമ്പോൾ അതിനെ ഭരണകൂടം നൽകുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. കുറ്റവാളികൾ അതെത്ര വലിയവരായാലും അതിനുള്ള ശിക്ഷ അവരനുഭവിച്ചിരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മേയർ പറഞ്ഞ പോലെ ഏത് കൊലകൊമ്പന്മാരായാലും എത്ര പിടിപാടുള്ള ആരായാലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. അത് തന്നെയാണ് യോഗി സർക്കാർ അധികാരത്തേറിയപ്പോൾ മുതൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അവിടെ യോഗിയുടെ മുന്നിൽ കുറ്റവാളികൾ മാത്രമുള്ളൂ, അല്ലെങ്കിൽ പാർട്ടിയുടെ പണത്തിൻ്റെ ഒരു പിൻബലം, അതൊന്നും ആളെ രക്ഷിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ പുതിയ ബുൾഡോസർ നടപടി ഇപ്പോൾ ഈ ഒരു മദ്രസ വിഷയത്തിലും, മദ്രസ അനധികൃത നിർമ്മാണമാണ്. അവിടുത്തെ സർക്കാർ ഭൂമി കയ്യേറി കെട്ടിടം നിർമ്മിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ ഈ ബുൾഡോസർ നടപടി വീണ്ടും ഒരു വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനൊരു നടപടി വരുമ്പോൾ എല്ലാവരും ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ ഭരണ നടപടി വേണം, ശരിയാണ്. പക്ഷേ ഈ ഒരു നടപടി നിയമത്തിന്റെ അതിരുകൾക്കുള്ളിലായിരിക്കണമല്ലോ. കുറ്റം തെളിയിക്കുന്നത് കോടതിയാണോ അതോ ബുൾഡോസറാണോ എന്നൊരു ചർച്ചയിലേക്ക് ചില വിമർശകരൊക്കെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തിനും നിയമവാഴ്ചയ്ക്കും ഗൗരവമായ മുന്നറിയിപ്പാണ്. ശക്തമായ ഭരണവും ശക്തമായ നിയമവാഴ്ചയും ഒരുമിച്ചാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത്. ബുൾഡോസർ രാജ് എന്ന ആരോപണങ്ങൾ ഉയരുന്ന ഓരോ സംഭവത്തിലും സുതാര്യതയും നിയമാനുസൃതയും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. ഉത്തർപ്രദേശിൽ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ യോഗി ആദിത്യനാഥ് സർക്കാർ സ്വീകരിക്കുന്ന കടുത്ത നടപടികൾ ഉത്തർപ്രദേശിൽ മാത്രമല്ല രാജ്യമെമ്പാടും ശ്രദ്ധ നേടുന്ന ഒരു സംഭവമാണ്. നഗരങ്ങളിലെയും പ്രധാന റോഡുകളിലെയും സർക്കാർ ഭൂമിയിലെയും നിയമവിരുദ്ധ നിർമ്മാണങ്ങൾ കണ്ടെത്തി നീക്കം ചെയ്യുന്നതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ഒരു നിലപാട്. അതുമാത്രമല്ല, യോഗി തന്നെ വേണം. ഇപ്പോൾ കേരളത്തിലെ ചില സംഭവങ്ങൾ പറയുമ്പോൾ കേരളത്തിലുള്ളവരും പറയുന്നുണ്ട് യോഗി തന്നെ വേണം, യോഗി ഇവിടെ വേണം, യോഗിയുടെ നിലപാട് കേരളത്തിലും നടപ്പാക്കണം എന്നൊക്കെ പറയുന്നത് ഇവിടെയും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. അതൊരു ട്രെൻഡായിരുന്നു. യോഗി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ എങ്ങനെയുണ്ട്, യോഗി ഭാവിയിൽ പ്രധാനമന്ത്രിയാകും. അത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു വിഷയം, മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ പറഞ്ഞു വന്നത് യോഗിയുടെ ബുൾഡോസർ രാജിന്റെ നടപടിയെക്കുറിച്ചിട്ടാണ്. യോഗി ആദിത്യനാഥിന്റെ ഭരണകാലത്ത് ബുൾഡോസർ എന്നതൊരു തന്നെ ശക്തമായ ഭരണ നടപടിയുടെ പ്രതീകമായിട്ട് മാറിയിരിക്കുകയാണ്. കുറ്റകൃത്യങ്ങൾക്കും ഭൂമി കയ്യേറ്റത്തിനും അനധികൃത നിർമ്മാണങ്ങൾക്കും എതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന ഒരു സന്ദേശം തന്നെയാണ് സർക്കാർ ഇതിലൂടെ നൽകുന്നത്. നിയമം ലംഘിക്കുന്നവർ എത്ര സ്വാധീനമുള്ളവരായാലും നടപടി നേരിടേണ്ടി വരുമെന്ന വാദവും സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നു. പൊതുസ്ഥലങ്ങളും സർക്കാർ ഭൂമിയും കയ്യേറി അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ഈ ബുൾഡോസർ രാജ് നടപടിയെ ഒന്നടങ്കം സപ്പോർട്ട് ചെയ്യുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. യോഗി സർക്കാരിനൊപ്പമാണ് അവർ. അതേസമയം അനധികൃത നിർമ്മാണങ്ങൾക്കെതിരായ നടപടിയെ മുഴുവനായും ബുൾഡോസർ രാജ് എന്ന് വിശേഷിപ്പിക്കുന്നതും ശരിയല്ലെന്നൊരു വാദമുണ്ട്. അതൊക്കെ പോട്ടെ, യഥാർത്ഥത്തിൽ അനുമതിയില്ലാതെ നിർമ്മിച്ച കെട്ടിടങ്ങളോ സർക്കാർ ഭൂമി കയ്യേറിയ നിർമ്മാണങ്ങളോ ആണെങ്കിൽ അവ നീക്കം ചെയ്യുന്നത് നഗരഭരണത്തിന്റെ സാധാരണ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. നിയമം ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ വർഷങ്ങളോളം തുടരാൻ അനുവദിച്ചാൽ പൊതുസ്ഥലങ്ങളുടെ നഷ്ടവും ഗതാഗത കുരുക്കും പരിസ്ഥിതി പ്രശ്നങ്ങളും നഗരാസൂത്രണത്തിലെ താളപ്പിഴകളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധ നിർമ്മാണങ്ങൾക്കെതിരെ കർശന നടപടി ആവശ്യമാണെന്ന വാദത്തിനും ശക്തിയുണ്ട്. വർഷങ്ങളായി നിലനിന്നിരുന്ന കയ്യേറ്റങ്ങൾക്കും അനധികൃത നിർമ്മാണങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തി ആവശ്യമാണ്. നിയമം ലംഘിക്കുന്നവർക്ക് ഭയമില്ലാത്ത സാഹചര്യം ഉണ്ടാകരുതെന്നും പൊതുസമ്പത്ത് സംരക്ഷിക്കാൻ സർക്കാർ ശക്തമായി ഇടപെടണമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു.
എന്തായാലും ബുൾഡോസർ രാജ് എന്ന ഒരു രാഷ്ട്രീയ വിശേഷത്തിനപ്പുറം ഒരു അടിസ്ഥാന തത്വമാണ് പ്രധാനമാകുന്നത്. അനധികൃത നിർമ്മാണങ്ങൾ അനുവദിക്കരുത്, പൊതുസമ്പത്ത് കയ്യേറാൻ അനുവദിക്കരുത്. എന്നാൽ നടപടി സ്വീകരിക്കുമ്പോൾ നിയമവും ഭരണഘടനാ തത്വങ്ങളും പാലിക്കണം. ശക്തമായ ഭരണ നടപടിയും നിയമവാഴ്ചയും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇത്തരം നടപടികൾ പൊതുസമൂഹത്തിൽ വിശ്വാസ്യത ലഭിക്കുക. എന്തായാലും യോഗി സർക്കാരിന്റെ ബുൾഡോസർ രാജ് നടപടികൾ അതുകൊണ്ട് തന്നെ ഇത്തരം നിയമവാഴ്ചയെല്ലാം പാലിച്ചുകൊണ്ട് ഭരണ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ബുൾഡോസർ രാജ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭരണകൂടത്തിന്റെ ശക്തിയുടെയും അതേസമയം നിയമപരമായ ഉത്തരവാദിത്തത്തിന്റെയും പരീക്ഷണമായി തുടരുകയാണ്. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ബുൾഡോസർ എന്നത് ഒരു ഭരണ നടപടിയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ യോഗി സർക്കാരിൻ്റെ ബുൾഡോസർ രാജ് നടപടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.